ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CPM നേതാവും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ എ പത്മകുമാറിന്റെ വീട്ടിൽ ED പരിശോധന തുടരുന്നു. രാവിലെ ആരംഭിച്ച പരിശോധനയാണ് തുടരുന്നത്. പത്മകുമാറിന്റെ ബാങ്ക് ഇടപാടുകളും സ്വത്തുവകകളും ED പരിശോധിക്കുന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, രാവിലെ മുതൽ തുടങ്ങിയ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ റെയ്ഡിൽ എന്തെങ്കിലും നിർണായകമായ രേഖകൾ EDക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോകുൽ? നിലവിൽ എ പത്മകുമാർ 2019 ശബരിമലയിൽ ക്രമക്കേടുകൾ നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ അല്ലെങ്കിൽ ഈ എ പത്മകുമാറിനുമായി ബന്ധപ്പെട്ട പരിശോധന നടപടികൾ, അന്വേഷണ നടപടികൾ EDയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ എ പത്മകുമാറിന്റെ ആറന്മുളയിലുള്ള വീട്ടിൽ ഇന്ന് രാവിലെ മുതൽ ED പരിശോധന നടത്തുന്നത്. പ്രധാനമായിട്ടും പത്മകുമാറിന്റെ ബാങ്ക് ഇടപാടുകളും ഒപ്പം ഈ 2019 കാലയളവിലുള്ള ബാങ്ക് ഇടപാടുകളടക്കം അതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുന്നുണ്ട്. സ്വത്തുവകകളടക്കം അതുമായി ബന്ധപ്പെട്ട കണക്കുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായിട്ടും പരിശോധിക്കുക. വീട്ടിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട രേഖകളും സ്വത്തുമായൊക്കെ തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള രേഖകളും പരിശോധനാ നടപടികളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഒപ്പം പത്മകുമാറിന്റെ വീട്ടുകാർ ആണ് വീട്ടിലുള്ളത്. പത്മകുമാർ നിലവിൽ ജയിലിലാണ്. പത്മകുമാറിന്റെ വീട്ടുകാരോട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷണ സംഘം ചോദിച്ചറിയുമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്മകുമാറിന്റെ മാത്രമല്ല സ്വർണ്ണ കവർച്ചയിലെ മറ്റു പ്രതികളുടെ വീടുകളിലും സമാനമായി തന്നെ പരിശോധന നടപടികൾ പുരോഗമിക്കുകയാണ്. എന്തായാലും രാജ്യമൊട്ടുക്ക് 21ഓളം കേന്ദ്രങ്ങളിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നത്. അതിൽ ഏറ്റവും നിർണായകമായി ഒരുപക്ഷെ പത്മകുമാറിന്റെ വീട്ടിലുള്ള പരിശോധന നടപടികൾ മാറിയേക്കും. ഈ അനധികൃതമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ, സ്വത്തുവകകൾ സമ്പാദിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത തേടുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ ആ രീതിയിലൊരു കണ്ടെത്തലുകൾ ഉണ്ടാവുകയാണെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള തെളിവ് വിവരങ്ങളായിട്ട് ആ കാര്യങ്ങൾ മാറും എന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഏറെ വൈകിയും ഇപ്പോഴും റെയ്ഡ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അശ്വതി.